ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് പ്രിപ്പോസിഷൻസ് അഥവാ ഗതികൾ എന്നുള്ളതാണ്. സാധാരണയായിട്ട് നാമങ്ങൾക്കോ സർവ്വനാമങ്ങൾക്കോ മുൻപ് ഉപയോഗിക്കുന്ന ചില പദങ്ങളെ ആണ് ഗതികൾ അഥവാ പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത്. ധാരാളം പ്രിപ്പോസിഷൻസ് ഉണ്ട്. അതിൽ നിന്നും ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സമയത്തെയും തീയതിയെയും സംബന്ധിക്കുന്നവ. അത് സാധാരണയായിട്ട് അറ്റ്, ഓൺ, ഇൻ എന്നിങ്ങനെയുള്ള പ്രിപ്പോസിഷൻസാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഡീറ്റെയിൽഡായിട്ട് നോക്കാം. അറ്റ് എന്ന് പറയുന്നത് സമയത്തെ കുറിക്കുന്ന വാക്കുകൾക്ക് മുൻപാണ് നമ്മൾ ചേർക്കുന്നത്. ഒരു സമയത്ത്, അറ്റ് എ ടൈം, 4 മണിക്ക്, അറ്റ് 4 o'clock, ഉച്ചയ്ക്ക്, അറ്റ് നൂൺ, അർദ്ധരാത്രിക്ക്, അറ്റ് മിഡ് നൈറ്റ്, രാത്രിയിൽ, അറ്റ് നൈറ്റ്, ക്രിസ്മസിന്, അറ്റ് ക്രിസ്മസ്. അപ്പോൾ ഇതെല്ലാം എന്താണ്? സമയവുമായിട്ട് ബന്ധിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അടുത്തത് ഓൺ. ദിവസങ്ങൾക്കും തീയതികൾക്കും മുൻപ് നമ്മൾ ഓണ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു ദിവസം, ഓൺ എ ഡേ. ഞായറാഴ്ച, ഓൺ സൺഡേ. ജൂൺ 1-ാം തീയതി, ഓൺ ജൂൺ 1st. സ്വാതന്ത്ര്യദിനത്തിന്, ഓൺ ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. അടുത്തത് ഇൻ ഉപയോഗിക്കുന്ന സന്ദർഭം. വർഷം, മാസം, കാലയളവ്, സമയദൈർഘ്യം മുതലായവയ്ക്ക് മുൻപാണ് നമ്മൾ സാധാരണയായിട്ട് ഇൻ ഉപയോഗിക്കാറുള്ളത്. 1985 ഇൻ 1985. ഡിസംബറിൽ, ഇൻ ഡിസംബർ. വേനൽക്കാലത്ത്, ഇൻ സമ്മർ. രാവിലെ, ഇൻ ദ മോർണിംഗ്. വൈകുന്നേരം, ഇൻ ദ ഈവനിങ്. ഉച്ച കഴിഞ്ഞ്, ഇൻ ദ ആഫ്റ്റർനൂൺ. അടുത്തത് സഞ്ചാരം, ചലനം, സ്ഥാപനങ്ങൾ, രാജ്യങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഒരു സ്ഥലം മുതൽ മറ്റേ സ്ഥലം വരെ, ഫ്രം ടു. എക്സാമ്പിൾ, വി ട്രാവൽ ഫ്രം വൺ പ്ലേസ് ടു അനദർ. നമ്മൾ ഒരു സ്ഥലം മുതൽ മറ്റൊരു സ്ഥലം വരെ സഞ്ചരിക്കുന്നു. അവിടെ ഫ്രമും ടൂവും കൂടാണ് നമ്മളവിടെ ചേർത്തിരിക്കുന്നത്. അടുത്തത് ഇൽ എന്ന അർത്ഥത്തിൽ സ്റ്റേഷൻ, ബിൽഡിംഗ്, സ്മോൾ വില്ലേജ് ഇവയ്ക്ക് മുൻപ് നമ്മൾ അറ്റാണ് യൂസ് ചെയ്യുന്നത്. അതേസമയം രാജ്യങ്ങൾ, പട്ടണം, വലിയ ഗ്രാമങ്ങൾ മുതലായവയ്ക്ക് മുൻപ് ഇന്നാണ് യൂസ് ചെയ്യുന്നത്. ദേ അറൈവ്ഡ് അറ്റ് വിക്ടോറിയ സ്റ്റേഷൻ. അവർ വിക്ടോറിയ സ്റ്റേഷനിൽ എത്തി. വി അറൈവ്ഡ് അറ്റ് താജ് ഹോട്ടൽ. ഞങ്ങൾ താജ് ഹോട്ടലിൽ എത്തി. ദേ ലീവ്ഡ് ഇൻ പാരീസ്. അവർ പാരീസിൽ താമസിച്ചു. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. വാഹനങ്ങളുടെ പേരിന് മുൻപ് നമ്മൾ ബൈ ആണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ബൈ ബസ്, ബൈ ട്രെയിൻ, ബൈ കാർ, ബൈ ബോട്ട്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ്സ് ഗോ ബൈ ബസ്. നമുക്ക് ബസ്സിൽ പോകാം. അടുത്തത് ചെറിയ വാഹനത്തിൽ കയറാൻ വേണ്ടി നമ്മൾ ഗെറ്റ് ഇൻ ഓർ ഗെറ്റ് ഇൻ ടു എന്നുള്ളതാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് അതുവഴി ആ വാഹനത്തിൽ കൂടി നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, കാറ്, ജീപ്പ്, ഓട്ടോ. നമ്മൾ ഡയറക്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത് തന്നെ ആ സീറ്റേലോട്ടാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചെറിയ വാഹനങ്ങളാവുമ്പോൾ ഗെറ്റ് ഇൻ അല്ലെങ്കിൽ ഗെറ്റ് ഇൻ ടു ആണ് കയറാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ, ദേ ഗോട്ട് ഇൻ ടു എ കാർ. അവർ ഒരു കാറിൽ കയറി. അടുത്തത് കുതിരപ്പുറത്ത്, സൈക്കിളിൽ, ബൈക്കിൽ, ബസ്സിൽ, ട്രെയിനിൽ, വിമാനത്തിൽ, ബോട്ടിൽ എന്നിങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കയറുന്നതിന് നമ്മൾ ഗെറ്റ് ഓൺ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഫ്രീ ആയിട്ട് അതിൻ്റെ കൂടെ മൂവ് ചെയ്യാൻ പറ്റും, യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ. അതായത് ബസ്സാണെങ്കിൽ നമുക്കതിലേ കൂടി നടക്കാൻ പറ്റും. ട്രെയിനിൻ്റെ കാര്യമാണേലും വിമാനമാണേലും ബോട്ടാണേലും സെയിം സിറ്റുവേഷനാണ്. ഇപ്പോൾ കുതിരപ്പുറത്താണേലും സൈക്കിളിലാണേലും ബൈക്കിലാണേലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാനായിട്ട് പറ്റും, യാതൊരു തടസ്സങ്ങളും ഇല്ല. എക്സാമ്പിൾസ് നോക്കാം. ഹി ഗോട്ട് ഓൺ ഹോഴ്സ് ബാക്ക്. ഹി ഗോട്ട് ഓൺ ദ ബസ്. ഗെറ്റ്
ഓൺ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ഫോമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഇറങ്ങുന്നതിനെ നമ്മൾ ഗെറ്റ് ഔട്ട് ഓഫ് അല്ലെങ്കിൽ ഗെറ്റ് ഓഫ് എന്നിങ്ങനെയാണ് പറയാറുള്ളത്. എക്സാമ്പിൾ, ദേ ഗോട്ട് ഓഫ് ദ ബസ്. അവർ ബസ്സിൽ നിന്നും ഇറങ്ങി. പാസ്റ്റ് ടെൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് പ്രവേശനത്തെ സൂചിപ്പിക്കാൻ നമ്മൾ സാധാരണയായിട്ട് ഇൻറ്റു ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ, ഐ വെൻറ്റ് ഇൻ ടു ദ റൂം. ഞാൻ മുറിയിലേക്ക് പോയി. അടുത്തത് ഷീ ഫെൽ ഇൻ ടു ദ വാട്ടർ. അവൾ വെള്ളത്തിലേക്ക് വീണു. അടുത്തത് സമയത്തെ സംബന്ധിച്ച് വരെ എന്ന അർത്ഥത്തിൽ പറയാനായിട്ട് നമ്മൾ ടു അല്ലെങ്കിൽ ടിൽ ഇതാണ് യൂസ് ചെയ്യാറുള്ളത്. ഫ്രം 7 to 9. 7 മണി മുതൽ 9 മണി വരെ. കണ്ടോ? അടുത്തത് ഷീ വർക്ക്ഡ് ടിൽ 10. അവൾ 10 മണി വരെ ജോലി ചെയ്തു. അപ്പോൾ പ്രിപ്പോസിഷൻസിൻ്റെ ഈ ഒരു ചെറിയ പാട്ട് ഇവിടെ ഞാൻ നിർത്തുകയാണ്. ഇനിയും ധാരാളം പ്രിപ്പോസിഷൻസ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. കൂടാതെ ഈ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.